1990 മുതൽ പത്രവിതരണം തുടങ്ങിയതാണ്. 13 വർഷത്തിലിടയിൽ എൻ്റെ ഇപ്പം മരിച്ച അന്ന് ഞാൻ എൻ്റെ അമ്മായിയുടെ മകൻ കുറേയൊക്കെ പേപ്പർ 75% പത്രം ആളുകൾക്ക് ചോദിച്ച് അന്വേഷിച്ച് കൊടുത്തു. പത്രം വിതരണം നടത്തിയില്ല. അന്ന് രാവിലെ എൻ്റെ സുബൈയുടെ സമയത്ത് എൻ്റെ പെങ്ങൾ മരിച്ചിരുന്നു. കൂടുതൽ പത്രം വിതരണം ചെയ്താൽ കൂടുതൽ കമ്മീഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാത്തക്കാരെ വണ്ടിയിൽ അങ്ങാടിപ്പുറം ഇറക്കും. എന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് കുളപ്പുറമുള്ള ഓട്ടോറിക്ഷയ്ക്കാണ് എല്ലാ പത്രം കൂടി കയറ്റി ഇവിടെ വരുന്നത്. മാസം പത്രം ഒരു ആൾക്ക് കൊടുക്കണമെങ്കിൽ 2 മാസത്തെ ഡിപ്പോസിറ്റ് ഞങ്ങൾ അവിടെ ഓഫീസിൽ കെട്ടണം. അതായത് 100 പത്രം വരണുണ്ടെങ്കിൽ അതിന് 40,000 രൂപ ഞങ്ങൾ ഡിപ്പോസിറ്റ് അവിടെ വേണം. ഒരേ ജോലിയിൽ തുടരുകയാണ് ബഷീർ മൂർക്കനാട്. ഇന്ന് നമ്മൾ ബഷീർക്ക് ഇവിടെ അഭിമുഖം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുകയാണെന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ബഷീർക്ക് ഇന്ന് നമ്മളോട് പറയുകയാണ്. ഞാൻ എടപ്പന പാലത്തിലുള്ള കേട്ടോ, ലോറികൾ പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങുണ്ട്, ചെറിയൊരു പേടി. ബഷീർ ഖാൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. 1990 മുതൽ പത്രവിതരണം തുടങ്ങിയതാണ്. 33 വർഷമായി. അപ്പോൾ ഈ 33 വർഷത്തിൽ ആദ്യം 90 മുതൽ 95 വരെയും സൈക്കിളിന് 5 കൊല്ലം സൈക്കിളിൽ തന്നെയായിരുന്നു വിതരണം. നമ്മളെ മുളങ്ങാട് മുതൽ മൂർക്കനാടിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ മാത്രം തന്നെ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വേറെ 2 ആൾ കൂടി വിതരണത്തിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നേരത്തെ പേപ്പർ കിട്ടണ്ടേ. അപ്പോൾ മലയാള പത്രം, മനോരമ, മാതൃഭൂമി, മാധ്യമം, സുപ്രഭാതം, ചന്ദ്രിക, ദേശാഭിമാനി, സിറാജ് ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പത്രം ഇന്തുണ്ട്. അപ്പോൾ ആദ്യത്തേൽക്കും കുറച്ചുകൂടിയൊക്കെ കോപ്പി ഇപ്പോൾ കുറവാണ്. ആദ്യമൊക്കെ 800 കോപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 600 കോപ്പിയേ വിതരണത്തിനുള്ളൂ. ആളുകളൊക്കെ ഈ മൊബൈലിൻ്റെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ വന്നത് കാരണം കുറച്ച് പത്രവായനയിൽ നിന്ന് പിന്നാക്കം പോയിട്ടുണ്ട്. പിന്നെ ഈ 33 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ 3 കല്യാണം കഴിഞ്ഞു. ആ കല്യാണങ്ങളുടെ അന്നും ഞാൻ പത്രവിതരണത്തിന് സാധാരണത്തെ പോലെ വന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. ഈ 33 വർഷത്തിലിടയിൽ എൻ്റെ ഇപ്പം മരിച്ച അന്ന് ഞാൻ എൻ്റെ അമ്മായിയുടെ മകൻ കുറേയൊക്കെ പേപ്പർ 75% പത്രം ആളുകൾക്ക് ചോദിച്ച് അന്വേഷിച്ച് കൊടുത്തു. പിന്നെ ഈ 33 വർഷത്തിലിടയിൽ ഒരു കഴിഞ്ഞ 2021 ആഗസ്റ്റ് 24 പത്രം വിതരണം നടത്തിയില്ല. അന്ന് രാവിലെ എൻ്റെ സുബൈയുടെ സമയത്ത് എൻ്റെ പെങ്ങൾ മരിച്ചിരുന്നു. ആ കാരണത്തിന് പെട്ടെന്ന് പിന്നെ ഒന്നും ഏർപ്പാട് ചെയ്യാൻ പറ്റിയില്ല. അന്നത്തെ പത്രമാണ് ഇതിലിടയ്ക്ക് വിതരണം ചെയ്യാതിരുന്നിട്ടുള്ളത്. പിന്നെ ഏത് മഴയായാലും നമ്മൾ പത്രം കൊടുക്കുന്നുണ്ട്. പെരുന്നാളിനായാലും പത്രം കൊടുക്കുന്നുണ്ട്. പെരുന്നാൾ കുത്തുബ പകുതി പത്രം വിതരണം ചെയ്തതിൻ്റെ ശേഷമാണ് കുത്തുബക്ക് പോകൽ. എൻ്റെ വീടിൻ്റെ അതുവരെ കൊടുത്തതിൻ്റെ ശേഷം വീട്ടിൽ പോയി ഡ്രസ്സ് മാറി പെരുന്നാൾ കുത്തുബക്ക് പോകും. പിന്നെ കുത്തുബ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി വിതരണം ചെയ്യലുണ്ട്. അങ്ങനെ ആണ്. ആകെ കൊല്ലത്തിൽ 4, 5 അല്ലെങ്കിൽ 6 തവണയുള്ളൂ ലീവ് ഉണ്ടാവില്ല. റിപ്പബ്ലിക് ദിനം, ആഗസ്റ്റ് 15, അങ്ങനെയൊക്കെ. പെരുന്നാളിനാവുമ്പോൾ ഫുള്ള് പത്രാവധി ഉണ്ടാവില്ല. പെരുന്നാളിന് മാധ്യമം, സിറാജ്, ചന്ദ്രിക, സുപ്രഭാതമൊക്കെ ലീവ് ഉണ്ടാവും. മനോരമ, മാതൃഭൂമി ഉണ്ടാവും. അപ്പോൾ അത് വിതരണത്തിന് പോകണം. അപ്പോൾ നമുക്ക് ഒഴിവുകൾ തീരല്ല. അത് കാരണം എവിടേക്കും പോകാനുള്ള ഒരു ടൂർ പോകാനും ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളെ റോഡ് ധാർ ചെയ്യുന്നതിൻ്റെ അമ്പലത്തിൻ്റെ അധികം മനക്കലാധിയൊക്കെ പോയി തോട്ടുവരമ്പിനൊക്കെ ആയിരുന്നു സൈക്കിൾ കൊണ്ട് പത്രം വിതരണം ചെയ്യാൻ പോയിരുന്നത് ആ കാലഘട്ടത്തിൽ. അപ്പോൾ പിന്നെ 5 കൊല്ലം സൈക്കിൾ ഉപയോഗിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഒരു ഗിയറില്ലാത്ത TVSൻ്റെ ഒരു വണ്ടി 5-6 കൊല്ലം ഉപയോഗിച്ചു. പിന്നെ ബൈക്കായി. അങ്ങനെ പുരോഗമനം തന്നെയാണ്. സാമ്പത്തികമായിട്ട് എത്തുമ്പോൾ വലിയ നമ്മളെ നിത്യം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലാതെ വേറെ നമ്മളെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ 33 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്. അതായത് ഒരു പത്രം ഒരു മാസം ഒരു വീട്ടിലെത്തിച്ചാൽ നമുക്ക് ഇപ്പോൾ കിട്ടണത് 55 രൂപയാണ്. അത്രയേ ഉള്ളൂ കമ്മീഷൻ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 55 രൂപ ഒരു മാസം പത്രം ഒരു വീട്ടിൽ നിന്ന് കിട്ടുക. അങ്ങനെ 400 പത്രം ഇട്ടിട്ടാണ് നമ്മളൊരു ഏകദേശം എണ്ണക്കായി അയച്ചൊരു 500 രൂപ നമുക്ക് കൂലിക്കായി കിട്ടുന്നത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ പത്രത്തിൽ നിന്ന് വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. നമ്മളൊരു കോട്ട് പത്രത്തിൻ്റെ ഇപ്പോൾ ദേശാഭിമാനി, മനോരമയുടെയൊക്കെ കോട്ട് കിട്ടും. അതിന് നമ്മൾ 5-6 പത്രം 7 പത്രം സാധാരണ ഇപ്പോൾ 100 പത്രം വരികയാണെങ്കിൽ അതിൽ 106 പത്രം ആക്കിയെങ്കിലേ ഒരു കോട്ട് കിട്ടുള്ളൂ. അതുപോലെ പരസ്യം ഉണ്ടാവും കോട്ടുമ്മ. അതുപോലെ നമ്മൾ കുട 3 പത്രം കൂട്ടിയാൽ ഒരു കുട കിട്ടും. അങ്ങനെ ആ പത്രം 4 മാസത്തിന് 6 മാസത്തിനൊന്നും കുറക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ കൂട്ടിയ പത്രം 6 മാസത്തിന് പിന്നെ കുറക്കാൻ പറ്റില്ല. അതിൽ ബാക്കി വന്നാൽ നമ്മൾ സഹിക്കണം. അപ്പോൾ ഈ കോട്ട് വാങ്ങണേൽക്കും കാശ് നഷ്ടം വരും. കോട്ടിന് പൈസ കൂടും. അപ്പോൾ പേപ്പർ ചിലവാകാതെ വന്നാൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളൊരു കോട്ട് പുറത്തുനിന്ന് വാങ്ങുക ചെയ്യാത്ത. പഴയ കാലത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ അത്ര
കോട്ടൊന്നും കമ്പനിക്കാർ തരലില്ല. മഴക്കാലത്ത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക തന്നെ ചെയ്യണം. കൂടുതൽ പത്രം ഇപ്പോൾ കൂടുതൽ സിറാജാണ് കൂടുതലുള്ളത്. 110 സിറാജ് ഉണ്ട്. അതിൻ്റെ ചോടെയുള്ള മറ്റ് പത്രങ്ങളൊക്കെ എണ്ണം. ഇല്ല അംഗീകാരമൊന്നുമില്ല. ഇല്ല അതിനൊന്നുമില്ല. നമ്മൾ കൂടുതൽ പത്രം വിതരണം ചെയ്താൽ കൂടുതൽ കമ്മീഷൻ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പത്രം പല ക്യാമ്പയിൻ ഉണ്ടാകുമ്പോൾ വരിക്കാരെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ പല ആളുകൾ കൊടുക്കാറുണ്ട്. ഇല്ല അത് സിറാജ് പത്രം ക്യാമ്പയിൻ നടത്തുമ്പോൾ സിറാജ് പത്രം അവർ നേരിട്ട് ഒരു മാസത്തിന് 2500, ഒരു കൊല്ലത്തിന് 2500 രൂപ 2600 വാങ്ങുമ്പോൾ അതിൽ അവർക്കൊരു കമ്മീഷൻ മുസ്ലിംമാർക്ക് ചേർക്കണതിന് കിട്ടും, അല്ലാതെ നമുക്കൊന്നും കിട്ടൂല. ഇല്ല സുപ്രഭാതം അതുപോലെ തന്നെയാണ്. ക്യാമ്പയിൻ കാലത്ത് ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. അത് അവർ ചേർത്താൽ മുസ്ലിംമാർ ഓരോരുത്തർ ചേർത്തതിന് ഓലിക്കൊരു പത്രത്തിന് 200 രൂപ വെച്ചിട്ട് മുസ്ലിംമാർക്ക് കിട്ടുന്നുണ്ട്. ബാക്കി അടച്ചാൽ മതി ഓഫീസിൽ. അപ്പോൾ നമുക്ക് ഈ വിതരണം എത്ര പത്രം കൂടുന്നുണ്ടോ അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നല്ലാതെ വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പത്രം മാതൃഭൂമി വളാഞ്ചേരി വഴി കോട്ടക്കന്ന് വരുന്നത് വളാഞ്ചേരി കൂടെയാണ് വരുന്നത്. ബാക്കി എല്ലാ പത്രങ്ങളും അങ്ങാടിപ്പുറം ഇറക്കിയിട്ട് അവിടുന്ന് പത്രക്കാരെ വണ്ടിയിൽ അങ്ങാടിപ്പുറം ഇറക്കും. ഇതിൻ്റെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കുളത്തൂരുള്ള ഒരു ഓട്ടോറിക്ഷക്കാണ് എല്ലാ പത്രം കൂടി കയറ്റി ഇവിടെ വരുന്നത്. നമുക്ക് 5:30 ആകുമ്പോൾ അങ്ങാടെത്താൻ കുറച്ചുകൂടെയൊക്കെ നേരത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ സപ്ലൈ കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ഇവിടെ 5:30 കഴിഞ്ഞാണ് പത്രങ്ങൾ എത്തുന്നത്. അപ്പോൾ 5:30 തുടങ്ങിയാൽ 8:30 ആകുമ്പോഴേക്കും എൻ്റെ വിതരണം കഴിയുന്നുണ്ട്. പല ഭാഗത്തും നമ്മളെ മൂർക്കാടിൻ്റെ എല്ലാ ഭാഗത്തും 8:30 ആകുമ്പോഴേക്കും കഴിയുന്നുണ്ട്. പിന്നെ പത്രത്തിന് ഒരു മാസം പത്രം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ 2 മാസത്തെ ഡിപ്പോസിറ്റ് ഞങ്ങൾ അവിടെ ഓഫീസിൽ കെട്ടണം. അതായത് 100 പത്രം വരണമെങ്കിൽ അതിന് 40,000 രൂപ ഞങ്ങൾ ഡിപ്പോസിറ്റ് അവിടെ വേണം. വാർഷിക വരിക്ക് ഒഴിച്ച് മാസ വരിക്കൊക്കെ ആ സംഖ്യ അടക്കണം എല്ലാ പത്രത്തിനും. എന്നാലേ നമുക്ക് പത്രം അയച്ചു തരുള്ളൂ. കുടുംബത്തെ 2 ആൺകുട്ടികളും 2 കുട്ടികളെ 2 കല്യാണം കഴിച്ചു. പെൺകുട്ടികളെ പിന്നെ മോൻ്റെ ഒരാളെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരാളെ കല്യാണം കഴിക്കാനുള്ളൂ. അപ്പോൾ അവരും ഈ ചെറുപ്പം മുതൽ തന്നെ ഓല് പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ പത്രം വിതരണം കഴിഞ്ഞിട്ടായിരുന്നു അവർ പോയിരുന്നത്. അവരിപ്പോൾ ബാംഗ്ലൂരാണ്. അതുകൊണ്ട് പിന്നെ വേറെ ആളെ വെച്ചിട്ടാണ് വിതരണം ചെയ്യുന്നത്. കൂടുതലും ഞാൻ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. വെങ്ങാട് മുതൽ വടക്കുംപുറം പുന്നക്കാട് വരെ ഞാൻ തന്നെ വിതരണം ചെയ്യുന്നത്. കല്ലുട്ടുഴി പോയിപ്പറ്റ പൊട്ടിക്കുഴി വരെയുള്ളൂ ഇപ്പോൾ വേറെ ആൾ വിതരണത്തിന്. ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പത്ര വിതരണം കഴിഞ്ഞിട്ട് റേഷൻ കടയിലും ജോലി ചെയ്യുന്നുണ്ട്. 28 കൊല്ലമായിട്ട് അവിടെ റേഷൻ കടയിലും ജോലി ചെയ്യുന്നുണ്ട്. 33 വർഷമായിട്ട് പത്രം വിതരണമുണ്ട്. പത്ര വിതരണം കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. 9 മണി മുതൽ അവിടെ ജോലി ചെയ്യുന്നത്.